സർ, പാലക്കാട് എം.എൽ.എയുടെ മേൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായ സമയത്ത് കോൺഗ്രസ് ഉൾപ്പെടെ ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. എന്ന് വെച്ചാൽ കോൺഗ്രസിനകത്തെ ചില മുതിർന്ന നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും ഒക്കെ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. അതിനിടയിൽ ചില നേതാക്കൾ അല്ലെങ്കിൽ വനിതാ നേതാക്കൾ ഉൾപ്പെടെ രംഗത്തെത്തിയിരുന്നു. രാജ്യസമ്മർദ്ദമേറിയിരുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയിൽ കണ്ടതാണ്. പക്ഷേ ഇതിനിടയിൽ സന്ദീപ് വാര്യരെ പോലെയുള്ള ചിലരെങ്കിലും നടത്തിയ ഒരു ശ്രമമുണ്ട്. എല്ലാത്തിനും പിന്നിൽ ബി.ജെ.പി. ആണ്. ഈ സംഭവിച്ചതിന് പിന്നിൽ കാരണം എന്ന് പറയുന്നത് ബി.ജെ.പി. മാത്രമാണ് എന്ന തരത്തിലാണ് അവർ പറഞ്ഞത്. അതിന് പാലക്കാടുള്ള ബി.ജെ.പി. നേതാവ് പ്രശാന്ത് ശിവന്റെ പേര് ഉൾപ്പെടെ ഉയർത്തിക്കാട്ടിയായിരുന്നു അത്തരമൊരു പ്രചാരണവും. ഒപ്പം ഈ രീതിയിൽ വളരെ ആസൂത്രിതമായ ഒരു ശ്രമം സന്ദീപ് വാര്യരെ ഉൾപ്പെടെയുള്ളവർ നടത്തുകയാണ്. ബി.ജെ.പി. ആണ് എല്ലാത്തിനും പിന്നിൽ എന്നുള്ളതിൽ ഇതിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട്? അത് ഒരു രാഷ്ട്രീയ പാർട്ടി നേതാവ് കൃത്യമായിട്ടൊരു അജണ്ട വെച്ച് നീങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഈ ഒരു വിഷയം ഒരു പക്ഷേ പാലക്കാട് എം.എൽ.എ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു വിഷയം വരുന്നു, അത് ശരിയോ തെറ്റോ എന്നുള്ള കാര്യത്തെ പറ്റി അത് അന്വേഷിക്കേണ്ടതും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണം വരുമ്പോൾ അതിന്റെ ശരി തെറ്റുകൾ വേർതിരിച്ച് കാണിക്കേണ്ട ഉത്തരവാദിത്വമുള്ളത് ഒരുപക്ഷെ എം.എൽ.എക്കും അല്ലെങ്കിൽ ആ പാർട്ടിക്കുമാണ്. അപ്പം അതിനകത്ത് ഒരു പൊതുജനത്തിന്റെ ഇടയ്ക്ക് ഉത്തരവാദിത്വപ്പെട്ട പാർട്ടി കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയിലും ആ കോൺഗ്രസ് പാർട്ടി നിർത്തി മത്സരിപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ രാഹുൽ മാങ്കൂട്ടം, അല്ലെങ്കിൽ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിലും പാർട്ടിക്കകത്ത് അതിനകത്ത് അയാളുടെ ഭാഗത്ത് നിന്ന് എന്തോ തെറ്റ് സംഭവിച്ചു. അതുകൊണ്ട് ഈ ആരോപണം പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ പേരിൽ പഴി ചാരാതെ ആരോപണ വിധേയനായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തി പാർട്ടി മുഖം രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു അവസരത്തിൽ ഇതിനകത്ത് മുതിർന്ന പല നേതാക്കന്മാരും, അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നവരും എന്തിനേയും പ്രതിരോധിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള നേതാക്കന്മാർ എണ്ണത്തിൽ വളരെ കൂടുതലായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിക്കകത്ത് അവരൊക്കെ മാറി നിന്ന് ഒരുപക്ഷെ രാഹുലിന്റെ കയ്യിലാണ് കുഴപ്പം. അങ്ങനെ കുഴപ്പക്കാർക്ക് ഈ പാർട്ടിക്കകത്ത് സ്ഥാനമില്ല. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം നാളെ കാലത്തെ അതിനെക്കാട്ടി വലിയ വലിപ്പത്തിൽ നടപടി ഉണ്ടാകും. പക്ഷെ ഇന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മാറ്റി നിർത്തി ഒരുപക്ഷെ നിയമസഭയിൽ ഇനി അയാൾ പോകണ്ടാന്ന് തീരുമാനിക്കുന്നു. ആ അവസരത്തിലാണ് ഈ കാര്യം ഒതുക്കാൻ പാടുപെടുന്ന കോൺഗ്രസ്, അല്ലെങ്കിൽ മറയ്ക്കാൻ പാടുപെടുന്ന കോൺഗ്രസ്. അപ്പൊ അത് വീണ്ടും ലൈം ലൈറ്റിലായിക്കൊള്ളട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പാർട്ടി അങ്ങ് സഹായിക്കാൻ നിൽക്കുവാണെന്നുള്ള രീതിയിൽ പാലക്കാട് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ബി.ജെ.പിക്ക് അകത്തുനിന്ന് വെളിയിൽ വന്ന് കോൺഗ്രസിന്റെ അപ്പോൾ സ്ഥലം എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഈ വാര്യർ ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നു. വാര്യർ ഇന്നലെ അവിടെ വന്ന് കിടന്ന് ഭയങ്കര ഒരു വെല്ലുവിളിയായിരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹം തൃശ്ശൂർ പോയി വെല്ലുവിളിക്കുന്നുണ്ട്. തൃശ്ശൂർ പോയി വെല്ലുവിളിച്ചപ്പോ ആ തൃശ്ശൂരെ ഡി.സി.സി പറഞ്ഞു, ഈ കൊച്ചാണ്ട് ഇവിടെ വന്ന് വെല്ലുവിളിക്കുന്നുണ്ട്, ഇവൻ വലിയ നാശമായിട്ട് വന്നേക്കുക, ഇവന്റെ ഉദ്ദേശം ഇവിടുത്തെ സീറ്റാണ്, ഇവനെ മര്യാദയ്ക്ക് നിർത്തിയിരിക്കണം, ഇവിടെ പാർട്ടിക്കാര് പാരമ്പര്യമായിട്ടുള്ളവരുണ്ട്, ഇവൻ എന്തിനു വന്നതാണ് ഞങ്ങൾക്കറിയാം എന്നുള്ള രീതിയിൽ ഡി.സി.സി പ്രസിഡന്റ് പറഞ്ഞപ്പോൾ ഈ സുരേന്ദ്രനെതിരെയാ പറഞ്ഞ. സുരേന്ദ്രൻ ആരുടെ പേരും പറയാതെ അയാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങിട്ട്, പന്നിയുടെ ഓട് മല്ലടി പിടിക്കാൻ ആരും പോകാറില്ല. കാരണം പന്നിയോട് മൽ പിടിച്ചാൽ പന്നിയുടെ ദേഹത്തെ ചെളി നമ്മുടെ ദേഹത്ത് പറ്റും എന്നുള്ളതല്ലാതെ പന്നിക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ? അത്രയും പറഞ്ഞ് പുള്ളി അതിന്റെ മറുപടി എന്നുള്ളതോളം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. പിന്നെ ആരെ ഉദ്ദേശിച്ചാന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്ക് ഇങ്ങനത്തുള്ള പോസ്റ്റുകൾ ഇടുന്ന സ്വഭാവം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഏതായാലും പുള്ളി ഫേസ്ബുക്കിൽ കൂടിയുള്ള മറുപടി ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. അത് ആരാ പന്നിയെന്നോ എവിടാ പന്നിയെന്നോ എന്തൊരു പന്നിയാന്നോ ഏത് പന്നിയുടെ പേരിലാ ചെളിയിരിക്കുന്നതെന്നോ എന്നൊക്കെയുള്ള കാര്യം സുരേന്ദ്രനെ വിളിച്ചു ചോദിച്ചാൽ അറിയത്തുള്ളൂ. അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങനെ. അപ്പം അതങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഇന്നലെ ഇദ്ദേഹം വീണ്ടും ഇവിടെ വന്നിട്ട് പാലക്കാട് ഈ വിഷയം കത്തി നിൽക്കുമ്പോൾ, പാലക്കാട്ടു നിന്ന് ആ എം.എൽ.എ മാറ്റി നിർത്തിയിരിക്കുമ്പോൾ, കോൺഗ്രസ്സുകാർ ഒന്നും അവിടെ മറുപടി പറയാത്തപ്പോൾ, കോൺഗ്രസ്സുകാർ പ്രതിസന്ധിയിലായിട്ട് ആരോടും പറയാൻ പറ്റാത്ത സമയത്ത് ഇദ്ദേഹം അവിടെ ഇന്നലെ ചാടി ഇറങ്ങി. എനിക്കറിയാം ഇവിടുത്തെ ബി.ജെ.പി അതിന്റെ പുറകിലെല്ലാമെന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. പ്രശാന്ത് ശിവൻ, അയാൾ ഇപ്പോഴത്തെ ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് ആണ്. ഈ പുതിയ ഇതിനകത്ത് വന്നു. അതിനു മുമ്പ് അയാൾ യുവമോർച്ചയുടെ ഒരുപക്ഷെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു. അയാൾ അവിടെ അറിയപ്പെടുന്ന ഒരാളാണ്. അപ്പം അയാള് ആണ് എല്ലാം ഇതിന്റെ പുറകിൽ. അയാളുടെ പണി ഇതാണ്. അയാൾക്ക് ഇവരുമായിട്ട് ബന്ധമുണ്ട്. അയാളെ ഈ പാർട്ടിക്കകത്തുനിന്ന് നേരത്തെ മാറ്റി നിർത്തിയ വിവരം നിങ്ങൾക്കറിയാമോ എല്ലാം ഉള്ള രീതിയിൽ ഈ പറയുന്നത് പോലെ ഈ വിഷയം ബി.ജെ.പി ഏറ്റെടുത്ത് നിൽക്കുകയാണ്. CPM ഏറ്റെടുത്ത് നിൽക്കുകയാണ്. DYFI ഏറ്റെടുത്ത് നിൽക്കുകയാണ്. ഏതറ്റം വരെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അന്നേരം ഈ പറയുന്ന നടപടി എടുത്തിട്ട് ഇതൊന്ന് ഒതുക്കാൻ ശ്രമിക്കുന്നിടത്ത് അവരിപ്പം ഏറ്റെടുത്തതിനെക്കാട്ടി കൂടുതൽ വലുപ്പത്തിൽ, അതും അതിന്റെ നമ്മൾ ഈ പറയുന്ന ഉത്ഭവ കേന്ദ്രത്തിൽ പാലക്കാട് അയാളുടെ നിയോജക മണ്ഡലത്തിൽ
ചെന്ന് നിന്ന് ആ വിഷയം ഊതിപ്പെരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സന്ദീപ് വാര്യരെ നമുക്ക് കാണാൻ സാധിക്കും. അയാൾക്ക് പാലക്കാട് സീറ്റ് ഉദ്ദേശം കാണും. ഒരുപക്ഷെ അയാളല്ലാതെ വേറെ ആരും അവിടെ മത്സരിക്കേണ്ട എന്നുള്ള ഉദ്ദേശം കാണും. അയാളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല. വേറെ ആരെയും തിരയുമ്പോൾ കിട്ടാത്ത രീതിയിലേക്ക് ഒരവസ്ഥയിലേക്ക് ആ പാലക്കാട് എത്തിച്ച്, അല്ലെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും കാരണവശാൽ ഈ പറയുന്ന കാര്യങ്ങൾ തെളിയിച്ച് തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഒക്കെ ആയിട്ട് നമുക്ക് ഇതിനെ കാണേണ്ടി വരും. ഏതായാലും ഇന്ന് BJP ഇതിന് മറുപടി പറഞ്ഞിരിക്കുന്നു. BJPയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, നേരത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറും ഈ പറയുന്ന ഇപ്പോഴത്തെ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രശാന്ത് ശിവനും കൂടെ അവിടെ വന്നതെന്ന് കാര്യം പറയുന്നത് കേട്ടാൽ എന്നെ പോലെ എനിക്ക് പോലും തൊലി വെളിഞ്ഞു പോയി. കാരണം ആരെപ്പറ്റി പറയുമ്പോഴും ഒരു വരെ അവര് പറഞ്ഞത്, കൃഷ്ണകുമാർ പറഞ്ഞത് ഒരു മൊബൈൽ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞത് ഇതിനകത്തുണ്ടോ. ഇപ്പൊ ഇവന്റെ ഈ പറയുന്ന മാങ്കൂട്ടത്തിന്റെ ഒക്കെ എത്ര ചെറുപ്പമായിട്ടുള്ള അല്ലെങ്കിൽ എത്ര ബാലിശമായിട്ടുള്ള സാധനമാ. എന്റെ ഈ മൊബൈലിനകത്ത് അയച്ചു തന്നിരിക്കുന്ന ചാറ്റ്, തിരുവനന്തപുരം മുതൽ ഈ പറയുന്ന കേരളം മൊത്തമുള്ള ഈ പറയുന്ന വ്യക്തിയുടെ ചാറ്റ് നാട്ടുകാര് കണ്ടാൽ അത് നാണക്കേടാ. ഇത് നമ്മൾ വെളിയിൽ വിടുന്നത് പോലും നമുക്ക് നാണക്കേടാ. അത്ര മോശമായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുള്ളതെന്നാ പറഞ്ഞത്. അതായത് ഒരു പക്ഷേ ഇതിന് മാങ്കൂട്ടത്തിന് ശേഷം ഈ പറയുന്ന ആളിന്റെ നളചരിതം ബാല എന്ന് പറയുന്ന പോലെ ബാലയെ വെളിയിൽ വന്നാൽ നമ്മൾക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. അതേ രീതിയിലേക്കാണ് ഇന്ന് സംസാരിച്ചത്. അതുപോലെ പ്രശാന്ത് ശിവൻ പറഞ്ഞു, ഞാനിവിടെ വെളിയിൽ പോയത്, ഞാൻ ഇയാൾ പറയുന്നതിനകത്ത് എന്താണ് തെളിവുള്ളത്? ഇയാൾ പറയുന്ന അല്ലെങ്കിൽ എന്നെ വെളിയിൽ വിട്ട കാര്യം എന്റെ പാർട്ടിക്കും എനിക്കും അറിയത്തില്ല. ഞാൻ ഈ 2025 ജനുവരിയിൽ BJPയുടെ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ ജില്ലാ പ്രസിഡന്റായി. അതിനു മുമ്പ് 2022 മുതൽ എങ്ങാണ്ട് അയാൾ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ്. കറക്റ്റ് ഡേറ്റ് എനിക്കത് 2020 മുതൽ അയാൾ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റാണ്. ഇതിനിടയ്ക്ക് വെച്ച് എനിക്കറിയത്തില്ല എന്നെ പാർട്ടിയിൽ നിന്ന് മാറ്റിയത്. ഇയാൾക്കറിയാം, എന്റെ പാർട്ടിക്കും അറിയത്തില്ല. ഇയാളെ പലവട്ടം ഇതിനകത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇയാളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി ചില കാരണങ്ങളുണ്ട്. അതൊരു പക്ഷേ പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നിന്നുകൊണ്ട് കാണിച്ചിട്ടുള്ളതായതുകൊണ്ട് പാർട്ടിക്ക് അതിന്റെ ആഘാതം ഞങ്ങളുടെ പാർട്ടിക്കകത്തെ ചിലർക്ക് കൂടി ഏൽക്കുന്നത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിരിക്കുകയാണ്. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത രീതിയിലേക്കുള്ള ആളാണെന്നുള്ള രീതിയിലേക്കുള്ള സംസാരമാണ് സംസാരിച്ചത്. അപ്പൊ ആ രീതിയിലേക്ക് എന്നിട്ട് ഈ പറഞ്ഞത് ഇതിൽ കൂടുതൽ എന്ത് പറയാനാ? ഈ പറഞ്ഞ പ്രശാന്ത് ശിവൻ, നിങ്ങൾ റിപ്പോർട്ടർ TVക്ക് അകത്ത് അവരുടെ ഇന്റർവ്യൂവിനകത്ത് ഉണ്ട്, അല്ലെങ്കിൽ പറയുന്നതിനകത്ത് പത്രക്കാരുടെ മുമ്പിൽ പറയുന്നുണ്ട്, ഒരു സാധനം ക്ലോസറ്റിൽ ഇട്ടിട്ട് ഫ്ലഷ് ചെയ്താൽ പിന്നെ അതിന്റെ പുറകെ നമ്മൾ പോയി നോക്കാറുണ്ടോ, വീണ്ടും വീണ്ടും ഫ്ലഷ് ചെയ്യാറുണ്ടോ? അതുകൊണ്ട് ഈ സാധനത്തെ എന്നേ ഞങ്ങൾ ക്ലോസറ്റിൽ ഇട്ട് ഫ്ലഷ് ചെയ്ത. അപ്പൊ ക്ലോസറ്റിൽ ഇട്ട് ഫ്ലഷ് ചെയ്യുന്ന സാധനം എത്രയ്ക്ക് വലിപ്പത്തിലുള്ള സാധനമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതേ രീതിയിൽ ഇതിനെ കളഞ്ഞിട്ടുള്ളൂ. അപ്പൊ BJPയുടെ കാര്യത്തിനകത്തും ഞങ്ങളുടെ കാര്യത്തിനകത്തും ഒക്കെ മറുപടി പറയാൻ അല്ലെങ്കിൽ കാര്യം പറയാൻ നിൽക്കുന്ന ഇയാളുടെ കാര്യത്തിന് മറുപടി പറയാൻ പോലും ഒക്കുന്നില്ല. ഇയാൾക്ക് ഈ സദാചാരം പറയുന്നതിനോ വേറെ ആരെയും കുറ്റം പറയുന്നതിനുള്ള അർഹതയില്ല. ഇയാൾക്ക് മാങ്കൂട്ടത്തിന്റെ കാര്യം ഈ പറയുന്ന പോലെ ലൈംലൈറ്റ് നിർത്തുന്നതിന് വേറെ ചില കാര്യങ്ങളുണ്ട്. ഇയാളുടെ പുറകിൽ അതിനെക്കാട്ടി വലിയ കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെപ്പറ്റി മറുപടി പറയുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് BJPയുടെ നേതാക്കന്മാർ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം BJP നേതാക്കന്മാർ ഉണ്ടാക്കിയതാണ്. ആ സ്വഭാവത്തിലുള്ള BJP നേതാക്കന്മാരാണ് പാലക്കാട്ടുള്ളത് എന്നുള്ള രീതിയിലൊക്കെ സന്ദീപ് വാര്യർ സംസാരിച്ചതിന് മറുപടി പറഞ്ഞത് നമ്മൾക്ക് മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന ഒരു അല്ലെങ്കിൽ പൊളിറ്റിക്സ് അറിയാവുന്ന രാഷ്ട്രീയക്കാരന് മനസ്സിലാവുന്ന ഈ വിഷയം ഒതുക്കാൻ, സംസാരം നിർത്താൻ ഈ പാർട്ടി വളരെ അധികം ബുദ്ധിമുട്ടുമ്പോൾ വീണ്ടും അതിനെ പുകച്ചു കത്തിച്ച് പാർട്ടിയെയും ഒരു വ്യക്തിയെയും പ്രതിസന്ധിയിലാക്കിയിട്ട് എന്തൊക്കെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു വാര്യരെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു കാര്യത്തിലും ഒരു നാണവും ആരെന്ത് പറഞ്ഞാലും ഒരു കുഴപ്പവും ഇല്ല എന്നുള്ള രീതിയിലേക്ക് പോകുന്ന ഒരു വാര്യരെയാണ് നമ്മൾ കുറച്ച് നാളുകളായിട്ട് കാണുവാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പൊ ഇദ്ദേഹം ഇവിടെയും നടത്തിയിരിക്കുന്നത്. ഏതായാലും കണക്കിന് കൊടുത്തു, അല്ലെങ്കിൽ കണക്കിന് കിട്ടി, പറഞ്ഞത് കേട്ടാൽ ഈ പറയുന്ന പൊതുജനം കേൾക്കുന്ന ആൾക്ക് പോലും തൊലിയുരിഞ്ഞു പോകുന്ന രീതിയിലേക്കുള്ള വർത്തമാനമാണ് ഇന്ന് പ്രശാന്ത് ശിവനും ഒരുപക്ഷെ കൃഷ്ണകുമാറും കൂടെ പറഞ്ഞിട്ട് പോയത്. ഇന്നാൾക്കും പ്രശാന്ത് ശിവൻ ഇതുപോലെ ഏതാണ്ടൊരു വിഷയം വന്നപ്പോൾ അയാൾ വിളിച്ചു പറയും, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്, എന്റെ മാന്യത വെച്ച് ഞാനൊന്നും പറയുന്നില്ല, എല്ലാം എന്റെ കയ്യിലുണ്ട്, സദാചാരം പറയാൻ അർഹതയുള്ളവനും പ്രാപ്തനായിട്ടുള്ളവനും ഒക്കെ പറയണം, എനിക്കും എന്റെ പാർട്ടിക്കും ദോഷമുണ്ടാകുന്ന, അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ആ പറയുന്നത് കൊണ്ട് ഉണ്ടാവുന്ന ദോഷം പോലും ഞാൻ ഭയക്കുന്നു, അത്രയ്ക്ക് അല്ലെങ്കിൽ അത് പറയാൻ അറയ്ക്കുന്ന കാര്യമാണ് എന്നുള്ള രീതി നേരത്തെ ഇയാൾ പറഞ്ഞാൽ. ഏതായാലും ഇന്നും അതുപോലെ വ്യക്തത വരുത്തി പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറയുമോ വെളിയിൽ വിടുമോ എന്നുള്ളതൊക്കെ നാളെ കാലത്ത് അറിയാം. നമുക്കതല്ല വിഷയം. ഈ വാര്യർ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കാൻ നിന്നത്
നേരത്തെ BJP പ്രതിസന്ധിയിലാക്കിയതുപോലെ ആരെങ്കിലുടെയും കയ്യിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചാണോ എന്ന് നമ്മളൊക്കെ ചിലരൊക്കെ ആലോചിച്ചാലും അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒക്കെ ഉണ്ടാകുമോ എന്നല്ല ആലോചിച്ചാലും ഒന്നും കുറ്റം പറയാൻ ഒക്കത്തില്ല. കാരണം ഇതാണല്ലോ പുള്ളിയുടെ ഒരു രീതി. നിൽക്കുന്നിടത്ത് നിന്ന് ഒരു സുപ്രഭാതത്തിൽ മാറി അതിനെയൊക്കെ അതുവരെ ഇല്ലാത്തോണം തള്ളിപ്പറഞ്ഞു പോകുന്ന ഒരവസ്ഥ. അതുപോലെയൊക്കെയുള്ള ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട്ട് നിന്ന് നമുക്ക് ശ്രദ്ധിച്ചപ്പോൾ രാഷ്ട്രീയം അറിയാവുന്നവർക്കൊക്കെ മനസ്സിലാവുന്നു. ഏതായാലും അതിനകത്ത് ഏതാണ്ട് ഈ പറയുന്ന പോലെ ആർക്കും വേണ്ടാത്ത ഒരു സാധനവും അല്ലെങ്കിൽ ഓക്കാനം വരുന്ന ഒരു സാധനവും ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വേറെ എന്തെങ്കിലും ലൈൻ പുള്ളി ഒപ്പിച്ചിട്ട് അതിനകത്ത് നിന്നൊരു കളിയൊക്കെ കളിക്കുവാണോ എന്നറിയത്തില്ല. ഏതായാലും നമുക്ക് കാണാം. എന്തുവായാലും ആര് കളിച്ചാലും എന്ത് കളിച്ചാലും ഇന്നലെ BJP-ക്കാരന്റെ പുറത്ത് കയറാനും അല്ലെങ്കിൽ അവിടെ ചെന്ന് BJP-ക്കാരന്റെ കയറിയതിന്റെ ഒക്കെ വളരെ കൃത്യമായിട്ട് ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ കൂടി അവർ മറുപടി കൊടുത്തിട്ടുണ്ട്. നാണമുള്ള ആരായാലും കേട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയില്ല. ഞാൻ കേട്ടു, എനിക്ക് വളരെ ദുഃഖം തോന്നി, എനിക്ക് അയാളോട് സഹതാപം തോന്നി. അത്തരത്തിലേക്കുള്ള ഒരു കാര്യങ്ങളാണ് നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും ഇത്തരത്തിൽ കോൺഗ്രസിനെയും BJP-യെയും തമ്മിലടിപ്പിച്ച് ആ സമയത്ത് ചോര കുടിക്കാൻ നോക്കിയ സന്ദീപ് വാര്യരെ പോലെയുള്ള ചെന്നായികളെ പൊതുജനം കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നതാണ്. എല്ലാം BJP-യുടെ തലയിലിട്ട് അല്ലെങ്കിൽ പ്രശാന്ത് ശിവന്റെ തലയിലിട്ട് കൈ കഴുകാം, അല്ലെങ്കിൽ അതാണ് ഈ സമയത്ത് ഏറ്റവും ബുദ്ധിപരമായ നീക്കം എന്നാണ് സന്ദീപ് വാര്യരൊക്കെ കരുതിയിരുന്നത്. പക്ഷേ അത് അൻപേ പരാജയപ്പെട്ടു പോയി. ഓരോ ചാനൽ ചർച്ചയിലും പ്രശാന്ത് ശിവനും മറ്റ് BJP വക്താക്കളും ഒക്കെ വന്നിരുന്ന് കൃത്യമായി എന്താണ് സംഭവിച്ചത് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.